Hi all, this is Cock, Parimalam and Co. Writer, director, പണ്ഡിരാജ്. പണ്ഡിരാജിനെ മിക്ക ആൾക്കാർക്കും അറിയാം, തമിഴ് സിനിമ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക്. ഞാൻ ലാസ്റ്റ് ഇദ്ദേഹത്തിനെ കണ്ടത് തലൈവൻ തലവി. അതും ഇതുപോലെ തന്നെ ഒരുമാതിരി അസഹനീയപ്പെടായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ മറ്റ് ടെക്നീഷ്യൻസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. മ്യൂസിക് കാണിച്ചിരിക്കുന്നത് ഫോക്സൺ FOXN. ഇപ്പോൾ ഇത് ആരാണ് എന്താണ് എന്നും അറിയില്ല. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ സുഷിൻ ശ്യാമിൻ്റെ ആവേശത്തിലെ രംഗണനെ കാണിക്കുന്ന സമയത്തുള്ള ആ സാധനം ഉണ്ടല്ലോ, ആ സാധനം കിട്ടിയല്ലോ. കറക്റ്റ് നോട്ട്സിലല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാനിത് കളിപ്പിച്ചിട്ടുള്ളത്. അതങ്ങനെ തന്നെ കുറേ സമയത്ത്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് കോമഡി ത്രില്ലർ ആക്ഷൻ പരിപാടിയാണ്. അപ്പം ഇന്ന് രാവിലെ മറ്റേ അഭിനയ സുന്ദറിൻ്റെ ഡാർക്ക് കോമഡി കണ്ടേ ഉള്ളൂ. അപ്പോൾ റീസെൻ്റ്ലി എന്ന് മാത്രമല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് ഡാർക്ക് കോമഡി ത്രില്ലർ പരിപാടി നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ സൈജു കുറുപ്പിൻ്റെ മോഹിനിയാട്ടം ഈസ് സംതിങ് എൽസ്, എക്സലൻറ്റ്, വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ഫിലിമാണ്. അപ്പം അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇവർ പിടിക്കാൻ നോക്കിയിട്ടുള്ളത്. പക്ഷേ ഇതൊരു നിർഗുണപ്പടമായി പോയി. നമ്മുടെ ജയറാം മേട്ടൻ തമിഴേട്ടൻ, പുള്ളി തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. തെലുങ്കാനയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പല സ്ഥലത്തും പോകുന്നുണ്ട് പുള്ളി. ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ കളറാണ് പുള്ളി. കളർ ഇൻ ദ സെൻസ് അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് നിൽക്കണ വളരെ വളരെ മെറ്റിക്കുലസ്ലി സംസാരിക്കുന്ന, എല്ലാവരെയും സൂചിപ്പിച്ചുകൊണ്ട് നല്ല രീതിക്ക് ഒരാൾ ജയറാമേട്ടൻ, നമ്മുടെ തമിഴേട്ടൻ. അപ്പോൾ തമിഴേട്ടൻ പണ്ട് പറഞ്ഞത് 2020 ക്ലൈമാക്സ് എടുക്കണ അന്ന്, ജോഷി സാർ എടുക്കണ അന്ന് തമിഴേട്ടന് ശബരിമലയ്ക്ക് പോകണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പുള്ളിക്ക് ഇമ്പോർട്ടൻസ് ശബരിമലയ്ക്ക് പോകാന്നുള്ളതായിരുന്നു. അതുകൊണ്ട് പുള്ളി അന്ന് ഷൂട്ടിന് പങ്കെടുക്കാതെ അങ്ങ് പോയി. പക്ക പ്രൊഫഷണൽസ്, 100% പ്രൊഫഷണൽ. വിനായകൻ പറഞ്ഞ പോലെ. ഏത് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐറോണിക്കലി ഞാൻ പറഞ്ഞാണ്, പുള്ളി ശബരിമലയ്ക്ക് പോയി. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് പുള്ളി ദീപാവലി ആഘോഷിക്കാൻ പോയെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ഇൻ്റർവ്യൂവിൽ പുള്ളി ഇനി വല്ല മിഡിൽ ഈസ്റ്റ് കണ്ടിലാണെങ്കിൽ ഹജ്ജിന് പോയെന്നൊക്കെ പറഞ്ഞു കളയും. അത് ജയറാമേട്ടൻ്റെ അതൊരു കഴിവാണത്, അങ്ങനെ സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുള്ളിയുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിനകത്ത് ദൃശ്യത്തിൻ്റെ ഒരു ഡാർക്ക് ഹ്യൂമർ പ്ലസ് സ്പൂഫ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള പരിപാടിയാണ് ഫാമിലിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. ആ ജിത്തു ജോസഫ് ഒരു ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പുള്ളിയുടെ ഫാമിലി ആണെങ്കിൽ പുള്ളി ഏതറ്റം വരെയും പോകും. ഇത് തുടങ്ങിയത് അന്ധകാലത്താണ്, ദൃശ്യം ഇറങ്ങിയ കാലത്ത് തുടങ്ങിയ പരിപാടിയാണ്. ഈ സിനിമ ദൃശ്യത്ത് ഊറ്റിയിട്ടാണ് ഇതിൻ്റെ ബേസ് പ്ലോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മോഹിനിയാട്ടത്തിൽ കണ്ട പോലെ ഇതൊരു ഒരു ഡാർക്ക് ഹ്യൂമർ സ്പൂഫ് സെറ്റപ്പിലാണ്. അതായത് നമ്മൾ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. പക്ഷെ പരിപാടി അങ്ങ് ഒത്തിട്ടില്ല. എൻ്റെ നാടിൻ്റെ അഭിമാനമുണ്ട്. അപ്പോൾ ജയറാമേട്ടന് പറ്റിയ റോളാണ്. അതായത് ഒരു ദൃശ്യം 144p അല്ലെങ്കിൽ ഫ്രം മീശോ എന്ന് പറയുന്ന പരിപാടിയാണ്. പിന്നെ ഉർവശി ചേച്ചിയുണ്ട്. ഉർവശി ചേച്ചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി അസാധ്യ നടിയാണ്, ലെജൻഡറിയാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ വന്ന് മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുക, കോപ്രായം കാണിക്കുക, ആ ലെവലിലേക്ക് ആയിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ പുള്ളിക്കാരുടെ തന്നെ സിസ്റ്ററായിട്ടുള്ള കലാരഞ്ജനയാണ് മോഹിനിയാട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. പുള്ളിക്കൊരു ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഇതിൽ എനിക്ക് പലപ്പോഴും ഉർവശി ചേച്ചി കാണിക്കുന്ന സമയത്ത് ഭയങ്കര ഗോഷ്ടി കാണിക്കാം. ഈ സിനിമയ്ക്കകത്ത് മിഷ്കിൻ പോലീസ് ഓഫീസറാണ്. എംപുരാൻ്റെ കുറച്ചും കൂടെ കൂടിയായിട്ട് എംബുറുമാൻ, അങ്ങനെ ഒരു പോലീസ് ഓഫീസറായിട്ട്. അപ്പോൾ മിഷ്കിൻ അങ്ങനെ. പിന്നെ ചോക്ലേറ്റ് കോഫി
സാൻഡി, ഡാൻസ് മാസ്റ്റർ സാൻഡി. അപ്പോൾ അതുപോലത്തെ ഒരു ക്യാരക്ടർ. പിന്നെ രണ്ട് കുട്ടികൾ, സഞ്ജന കൃഷ്ണമൂർത്തി, എൻ്റെ അനന്തിക, അനിൽകുമാർ. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ലയൺ സീറ്റോ, സിംഗപ്പുളി, ഭഗവതി പെരുമാൾ, സന്തോഷ് ശോഭൻ ഒരു കാമുകനായിട്ട്, പിന്നെ ഉയിർ ഉലക എന്നാണ് ഒരു ക്യാരക്ടറിന്റെ പേര്. ആരാണ്? നമ്മുടെ യോഗി ബാബു. അങ്ങനെ പറയും. പിന്നെ കോവി, ഇതിലെ ആൾക്കാരെ പേരുകളൊക്കെ ഭയങ്കര രസമാണ്. കോവി. അപ്പോൾ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ ഇവരുടെ സാധനം എനിക്ക് ഒരു ഭയങ്കര, എസ്പെഷ്യലി ഇവരെ ഈ കുറെ ഈ പാലക്കാട് കണക്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് കുറെ കണക്ട് ചെയ്തിട്ട് ഇവരെ യാത്ര, ഇവരവിടെ പോയിട്ട് അങ്ങനെ ഈ സിംഗംപുളീൻ്റെ മറ്റേ ഭഗവതി പെരുമാളിൻ്റെ ഒക്കെ വെറുപ്പിക്കല്. പിന്നെ ഈ സാൻഡി മാസ്റ്റർ ചോക്ലേറ്റ് കോഫി, പുള്ളി തുടക്കത്തിലൊക്കെ രസമായിരുന്നു. പക്ഷെ മൊത്തത്തിൽ ഇതിന്റെ ഇവർ ഉദ്ദേശിച്ചതാണ് ദൃശ്യത്തെ ഊറ്റുക. ദൃശ്യത്തെ ഊറ്റിയിട്ട് ഇവര് തമിഴ്നാട്ടിലെ പാപനാശമാണല്ലോ. ആരാ പാപനാശത്തില് ഉലകനായകൻ കമലഹാസൻ. ഇതിന് അവസാനം മറ്റേ ഡ്രഗ് ഫ്രീ സൊസൈറ്റി ആരൊക്കെ വേണോ, ഇത് ഡ്രഗ് ഫ്രീ സൊസൈറ്റിക്ക് ഡ്രഗ് ഫ്രീ സൊസൈറ്റി. അപ്പം ഉലകനായകന്റെ റെഫറൻസ് ആണ് പറയുന്നത് ഇതില്. പാപനാശം, ഇവര് പാപനാശം ഇതിന് ട്രെയിലർ കണ്ടറിയാം, പാപനാശം കാണുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഇതിന്റെ OG വേർഷൻ ലാലേട്ടനാണെന്ന് പറയുന്നുണ്ട് ദൃശ്യം. പിന്നെ നമ്മുടെ ഹിന്ദി സിംഗം അജയ് ദേവഗൻ, പിന്നെ വെങ്കടേഷ്, എല്ലാം റെഫറൻസ് ഒക്കെ പറയുന്നുണ്ട്. ഇത് വെച്ചിട്ട് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല, പക്ഷെ അത് വലിയൊരു സുഖമില്ല. ബട്ട് ടു ബി ഫ്രാങ്ക്, ചില സീൻസ് ഒക്കെ കൊള്ളായിരുന്നു. എസ്പെഷ്യലി ജയറാമേട്ടൻ്റെയും ഋഷിയേച്ചിൻ്റെയും കോമ്പിനേഷൻസും, പിന്നെ ഈ രണ്ട് ഗേൾസ് ഇവരടിപൊളിയാണ്. പക്ഷെ എന്നാലിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ഒരുപാടായി ഇപ്പോൾ. അത് ഇപ്പം അർജുൻ്റെ തന്നെ ഇപ്പം എടുത്തിറങ്ങിയിട്ടുള്ള കിട്ടലമ്പറോണേ, കിട്ടലം സാധനം ബ്ലാസ്റ്റ് ഒരു വേറൊരു ടെറൈനാണ്, അത് വേറൊരു പരിപാടിയാണ്, അതൊരു ആക്ഷൻ സാധനമാണ്. വീണ്ടും ദൃശ്യത്തിൻ്റെ ഡാർക്ക് ഹ്യൂമർ. ഇത് തമിഴ്നാട്ടിൽ എനിക്കറിയില്ല, അവിടുത്തെ ആൾക്കാർ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ഇത് നമുക്ക് ഇവിടെ കാണാനുള്ള സാധനം ഇല്ല, ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിങ്ങനെ സംസാരിക്കുക, ഫാമിലി, പിന്നെ ആൾക്കാരെ കൊല്ലുക, പിന്നെ അത് മറച്ചു വെക്കുക, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. ഇതിനൊന്നും പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ലോജിക്കും ഇല്ല. പക്ഷെ ഡാർക്ക് ഹ്യൂമറിനകത്തും അല്ലാതെ ലോജിക്ക് നോക്കാനും പറ്റില്ല. ബട്ട് സ്റ്റിൽ ജോൺറനോട് നീതി പുലർത്താൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടില്ല. എൻ്റെ നാട് അഭിമാനമുണ്ട്. തമിഴേട്ടൻ്റെ, നമ്മുടെ തമിഴേട്ടൻ ജയറാമേട്ടൻ അഭിമാനമുണ്ട്. ദീപാവലിക്ക് ഞാൻ വരേൻ എന്ന് പണ്ട് സൂര്യ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിലൊരു സീനുണ്ട്, ഞങ്ങൾ ഭയങ്കര പിശുക്കനാണ് കുടുംബനാഥൻ, ജയറാമേട്ടൻ്റെ കഥാപാത്രം. അപ്പോൾ പുള്ളിക്ക് മക്കൾക്ക് ക്രാക്കേഴ്സ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും താല്പര്യമില്ല, കാരണം പൈസ കളയണ്ടല്ലോ. പുള്ളി ഇവരെ ടെറസിൽ കൊണ്ടുപോയിട്ട് നോക്കുമ്പോൾ ചുറ്റിലും ഇങ്ങനെ ദീപാവലിക്ക് ഇതിങ്ങനെ മൊത്തം ക്രാക്കേഴ്സും ഇതൊക്കെ മൊത്തം ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പം പുള്ളി പറയാണ്, സൈക്കോളജിക്കലി ഇതൊക്കെ നമ്മളാണ് പൊട്ടിക്കുന്നത് വിചാരിച്ചാൽ മതി, സംഭവം എളുപ്പമായില്ലേ, മനസ്സിലായോ? അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു സിനിമ. അപ്പം എന്തായി കഴിഞ്ഞാലും ഞാൻ ഈ സിനിമ കാണാൻ ഒരേ ഒരു റീസൺ ജാനാമട്ടനാണ്. പുള്ളി കേരളത്തിൽ തിരിച്ച് ഇനിയിപ്പോൾ വരുന്നറിയില്ല, ചിലപ്പോൾ തമിഴ്നാട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ടാകും. കാരണം പുള്ളിക്ക് രണ്ടും ഒരേ നാടാണ്. പുള്ളി എവിടെ പോയാലും അതാണ് പുള്ളിയുടെ നാട്. പുള്ളി മറ്റേ ഇത് പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ഹ്യൂമൻ ബീയിങ്, ഗ്ലോബൽ മനുഷ്യൻ, മറ്റേ വിവേകാനന്ദൻ്റെ ഒക്കെ സെറ്റപ്പിൽ പെട്ട ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ തമിഴേട്ടൻ ഇതിൽ നൈസായിട്ട് ഒരു ആഡ് കല്യാൺ സിൽസിൻ്റെ നൈസായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ജീതു ജോസഫ് ഏതുപോലെ ദൃശ്യം കാണിച്ച പോലെ എവിഡൻ്റ് ആയിട്ടല്ല. അപ്പോൾ അതാണ് പർമി.